ഉടനടി വാർത്ത ഇപ്പം നിൽക്കുന്നത് പെരുമ്പുഴ, അതായത് നമുക്കറിയാം ഒരു കഴിഞ്ഞ ഏതായാലും 4-5 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന പെരുമ്പുഴ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ട് നിർമ്മിക്കുന്ന പാലം, ആ പാലത്തിൻ്റെ വീണ്ടും അതിൻ്റെ നിർമ്മാണം ഇന്നു മുതൽ തുടങ്ങി കേട്ടോ. നമുക്കറിയാം പുതിയ MLA വന്നു, പുതിയ MLA പഴകുളം മധു സാറ്. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ സാറും ആണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം കുറ്റം പറയുന്നില്ല. അത് നമ്മുടെ ഒരു നയം കൂടിയാണ്. കാരണം വികസനം ആര് നടപ്പിലാക്കിയോ അവർക്ക് പ്രത്യേകം നമ്മൾ നന്ദി പറയും. അതാണ് നമ്മൾ ഉടനടി വാർത്തയുടെ പ്രത്യേകത കേട്ടോ. നമുക്കിത് രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ MLA 5 വർഷം അദ്ദേഹത്തിനെ കൊണ്ട് നിരവധി കാര്യങ്ങൾ ഈ പാലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ മറന്നുകൂടാ. സ്ഥലം ഏറ്റെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും തന്നെ ഇതിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യതയുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ നമുക്ക് ഓർക്കണം, മനസ്സിലായില്ലേ? അപ്പം പുതിയ MLA വന്നിട്ട് ഏതാണ്ട് 2 മാസം വെച്ചുമായതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ബാക്കി നിർമ്മാണം എത്രയും പെട്ടെന്ന് നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നു മുതൽ തുടങ്ങി. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും വേണ്ട എന്ന് തന്നെ അദ്ദേഹം തന്നെ MLA തന്നെ തീരുമാനിച്ചു. ഉദ്ഘാടനം ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം അദ്ദേഹം തന്നെ എടുത്തതാണ്. കാരണം നിരവധി ഉദ്ഘാടനം കഴിഞ്ഞത് മനസ്സിലായില്ലേ? ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്കറിയാം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണിത്. സമാന്തര പാലമാണ്. അതായത് ശബരിമല തീർത്ഥാടകരുടെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും പരിഹാരമാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം റാന്നിയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതും ഏറ്റവും കൂടുതൽ വികസന സാധ്യതയും വിളിച്ചോതുന്നൊരു പാലമാണ്. ഈ പാല നിർമ്മാണം ബൈപ്പാസിൻ്റെ നിർമ്മാണമാണ്. നമുക്കറിയാം ഏതാണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പെരുമ്പുഴ ബസ് സ്റ്റാൻഡ് ബ്ലോക്ക് പടി തൊട്ട് കിടക്കുന്ന ഈ ബൈപ്പാസ് നേരെ ചെല്ലുന്നത് പേട്ട ജംഗ്ഷനിലാണ്. പേട്ട ജംഗ്ഷൻ അപ്പോൾ റാന്നിയുടെ വികസനം തന്നെ ഒന്ന് മറിയുമെന്നുള്ളതാണ് ഈ പാലം നിർമ്മാണം തീരുന്നതോടുകൂടി. ഈ 1 വർഷം കൊണ്ട് പാലത്തിൻ്റെ നിർമ്മാണം തീരുമെന്നാണ് MLA പറഞ്ഞത്. നിർമ്മാണ സാമഗ്രികളെല്ലാം വന്നു കേട്ടോ. ലേബർ വരാൻ കുറച്ചുകൂടെ ഉണ്ട് എല്ലാം കൂടെ ക്ലിയർ ആകണമെങ്കിൽ 2 ദിവസം പിടിക്കും എന്നാണ് ഇവിടുത്തെ ഇതിൻ്റെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആൾ സംസാരിച്ചത്. ഞാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം കാട് പിടിച്ചെല്ലാം കിടക്കുമായിരുന്നു. ഇപ്പം JCB കൊണ്ടുവന്ന് എല്ലാം തെളിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ. ഇതാണ് കോൺക്രീറ്റ് തൂണുകൾ, കമ്പി കണ്ടോ. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള പാലം കണക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ പാലത്തിന് ബദലായിട്ട് സമാന്തരമായിട്ടാണ് പുതിയ പാലം വരുന്നത് കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ പേട്ട ജംഗ്ഷനുമായിട്ടുള്ള പേട്ട കവലയാണ് കേട്ടോ. അതുകൂടെ എല്ലാവരും മനസ്സിലാക്കുക. പമ്പയാറാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്കും ഒരു സംശയം വരുമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പണി നടക്കട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ എടുക്കാം എന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, താങ്ക് യു.